ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനും ഏട്ടനും കൂടി നമ്മളെ തിരൂരങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അയ്യോ, ഇവിടേക്ക് വരാൻ എനിക്ക് ഭയങ്കര പേടി മക്കളെ. പിന്നെന്താ ചെയ്യുക, നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ വന്നേലേ പറ്റുള്ളൂ. അപ്പോൾ ഏട്ടനെ കാണിക്കാനാണ് നമ്മൾ വന്നത് കേട്ടോ. വന്ന് കാണിച്ച ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന ലാബായിരുന്നു കേട്ടോ അത്. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അതാ ഏട്ടൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്. ചെയ്ത് കഴിഞ്ഞതിൻ്റെ ബില്ലടച്ചതിൻ്റെ ഇതാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഇവിടേക്ക് നിങ്ങളിവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞതും കളിച്ചതും ചിരിച്ചതൊക്കെ നല്ല ഓർമ്മ വരിക. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു എൻഡോസ്കോപ്പിക്ക് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്നു. അതിനൊരു ഡ്രസ്സ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് ഞങ്ങൾ എന്ത് ചെയ്ത് ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറും കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അമ്പുടൂൻ്റെ പിറന്നാളായിരുന്നു. അങ്ങനെ ആഘോഷ കാര്യങ്ങളൊന്നുമില്ല, ഇനി ആരും വിളിച്ചിട്ടില്ലായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്ന് വീട്ടിലുള്ള ആൾക്കാരും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മൾ വേറെ ഒരു ആഘോഷമായിട്ടൊന്നുമില്ല. വൈകിട്ട് വർക്ക് കഴിഞ്ഞ് കേക്ക് ആയിട്ട് ഞാൻ കേക്ക് പോയി വാങ്ങിക്കൊണ്ടുവന്നു. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കേക്ക് മുറിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് എന്താണ് ഇവിടെ ടാട്ട വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. ടാട്ട മീൻസ് അഗീൻ്റെ ബ്രദർ വാങ്ങിക്കൊടുത്തതാണ്. അപ്പം ഒരു കുഞ്ഞ് ഗിഫ്റ്റ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഓനിട്ട ഷർട്ടും പാൻറ്റും വാങ്ങിക്കൊടുത്തിന്. പിന്നെ ഓന് അമ്മ വേറൊരു സർപ്രൈസ്, നൂഡിൽസ്, മുട്ടായി, അതൊക്കെ വേറൊരു സർപ്രൈസ് വേറെ കൊടുത്തിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ദിവസം, പിറ്റേ ദിവസമല്ല അതിൻ്റെ പിറ്റേ ദിവസം ഏട്ടനെ എൻഡോസ്കോപ്പിക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും രാവിലെ വന്ന് എൻഡോസ്കോപ്പിക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണുങ്ങളെ വരി നിൽക്കൽ ഇവിടെ കുറച്ച് കുറവുണ്ടാവുക, വേഗം ആണുങ്ങളെ വരി നീങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തത്. അല്ലെങ്കിൽ ഏട്ടനെ നിർത്താക്കി വലിയ താല്പര്യമൊന്നുമില്ല. പെണ്ണുങ്ങളെ വരി നീങ്ങുകയില്ല, അവിടെ അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻഡോസ്കോപ്പിക്ക് നമ്മളിവിടെ ചീട്ടെടുത്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് ഒപ്പിടാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ട്യൂബ് ഇട്ടിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്യുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനിലാണ് ഞാനും. ഏട്ടനതിനേക്കാൾ ഇരട്ടി ടെൻഷനിലാണ്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെയാണ് കേട്ടോ. അവിടെ കുറേ ആൾക്കാർ ഓരോ സംഭവത്തിന് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഓപ്പറേഷത്തിന് ഓരോരുത്തർ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് എൻഡോസ്കോപ്പിയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഒപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്ക് സമ്മതമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുത്ത് ഒപ്പിട്ട്, ഏട്ടൻ ഒപ്പിട്ട്, പിന്നെ ഒരു വെള്ള ഡ്രസ്സ്, വെള്ളം മുണ്ടും ഒരു തോർത്തൊക്കെ ഇട്ടിട്ടാണ് ഉള്ളിലേക്ക് പോവുക. അതൊക്കെ ഇട്ട ആൾ കയറിയിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്ത്, ഒരു 3-4 മണിക്കൂർ ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ. കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ഒരൊറ്റക്ക് വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ നേരം നിന്ന്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടനെ പോയി കണ്ട് എന്നെ വിളിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എൻഡോസ്കോപ്പി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആളെ തരിപ്പിച്ചതിൻ്റെ മരുന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അത് വാങ്ങിയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. ഒന്ന് മേലെയാണ് നമ്മളുള്ളത്. അപ്പോൾ മേലേക്ക് കയറുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. എൻഡോസ്കോപ്പിയിൽ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഒരു ബിരിയാണി കഴിച്ച്, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അന്നേ ദിവസം രാത്രി തന്നെ അമ്പടൂനെ ഒന്ന് എൻജോയ് ചെയ്യാനും, ഞങ്ങൾ കുറേ കാലമായിട്ട് പുറത്തേക്ക് ഇറങ്ങലൊന്നുമില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ ടൈം കിട്ടലില്ല, പിന്നെ അങ്ങനെയുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് നമ്മൾ പുതിയ ചെമ്മാട്ടിൽ പുതിയ വന്ന ഹൈലൈറ്റ് മാളിലേക്ക് നമ്മൾ വന്നതാണ്, ഞാനും അമ്പടും ഏട്ടനും കൂടിയിട്ടാണ്. ഇവിടെ വന്നപ്പോൾ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഏട്ടന് പണി കിട്ടി. ഇവിടെ നിന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം ഞങ്ങൾക്ക്. ഇവിടെ ഇങ്ങനെ നമ്മളിവിടെ താഴെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. താഴെ കുറേ ഇങ്ങനെ പുതിയതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അമ്പടിന് ഭയങ്കര സന്തോഷം കേട്ടോ. അവിടെ ഇങ്ങനെ ഓരോന്ന് നമ്മൾ ഡ്രസ്സിൻ്റെയും ഓരോന്നിൻ്റെ ഇങ്ങനെ നോക്കുക. നമ്മൾ ജസ്റ്റ് വാങ്ങുന്നില്ല, വെറുതെ ഇങ്ങനെ നോക്കാനൊന്നും നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. വെറുതെ ഇങ്ങനെ കുട്ടികളെ സെക്ഷനിലാണ് ഇവിടെ കയറിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇങ്ങനെ നോക്കുക, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കുക. അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ, രസമുണ്ടായിരുന്നു. പിന്നെ കുറേ ഷോപ്പുകൾ ഇങ്ങനെ തുറന്ന് വരുന്നേ ഉള്ളൂ, ഓരോന്നിങ്ങനെ തുറന്ന് വരുന്നേ ഉള്ളൂ. ഡ്രസ്സിൻ്റെ ഷോപ്പായാലും കൂൾ ബാറായാലും ഇതായാലും ഒക്കെ ഓരോന്നിങ്ങനെ തുറന്നിങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അധികം ഡ്രസ്സിൻ്റെ ഷോപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ പെർഫ്യൂം, കണ്ണട ഷോപ്പ് അങ്ങനെയൊക്കെ ഉള്ളൂ, വേറെ ഒന്നും ആയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് വേറെ ഷോപ്പിലേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വരികയായിരുന്നു. പുതിയ കളക്ഷൻസ് ഉണ്ട്, അധികം അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ.
സൺഡേ അല്ല, ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണുന്നുണ്ട്, നമ്മൾ ഓരോന്നിങ്ങനെ അടിപൊളിയാണോ സെറ്റാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഷർട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ അത് നോക്കി. ഇവിടെ ഇങ്ങനെ ഓരോ കുട്ടികളെ കണ്ടപ്പോൾ അവനോട് വർത്താനം പറയലും ഓരോ നോക്കലും. ഞാനിങ്ങനെ ബാഗും എൻ്റെ കണ്ണ് പിന്നെ ഫാൻസിക്ക്, ഡ്രസ്സിക്ക്, ടെഡി ബിയർക്ക് ഒക്കെയാണ് എൻ്റെ കണ്ണ് പോവുക. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഏട്ടാ മോളെ ഇങ്ങോട്ട് പോര്, ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്നാൽ ഒടുക്കത്തെ വിലയാണ് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ 2 ഇരട്ടി പൈസ നമ്മളോട് കൊടുക്കേണ്ടി വരും. നമ്മൾ 500 രൂപയ്ക്ക് പോയാൽ നമ്മൾ ചിലപ്പോൾ 5 ഡ്രസ്സ് വാങ്ങും. ഇവിടെ വന്നാലേ ഒറ്റ ഡ്രസ്സിന് തന്നെ ഉണ്ടാവും 500 സംതിങ്ങിൻ്റെ മേലെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, എപ്പോഴും ഇങ്ങനെ പോവുക ഇങ്ങനെ വാങ്ങിക്കുക അങ്ങനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെന്തെങ്കിലും കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ഉള്ളൂ എന്നുള്ളതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുക, അങ്ങനെയുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ അതാ ഏട്ടൻ പോകുന്നുണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് ഞാൻ എന്താണെന്നുള്ളതിൻ്റെ കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഷോപ്പിലേക്ക് വന്ന് നമ്മൾ മേലേക്ക് കയറിയിട്ടോ, സ്റ്റെയർ കയറി നമ്മൾ മേലെ എത്തി. അപ്പോൾ മേലേക്ക് വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഓരോന്ന് നോക്കുകയാണ്, ഇങ്ങനെ ഡ്രസ്സിൻ്റെയും ബാഗിൻ്റെയും ഒക്കെ ഇങ്ങനെ നോക്കുക. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഇങ്ങനെ ഒരു നല്ല ഒരു മീഡിയം പാവാടയും കണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം ഒരു സിമ്പിൾ പോലെ തോന്നി. പക്ഷെ റൈറ്റിൻ്റെ മക്കളെ, ഒരു കീറത്തുണി പോലത്തെയാണ് തുണി, ഞാൻ കട്ടിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ തുണിക്ക് 599, അതിൻ്റെ മിടിക്ക് വേറെ സെപ്പറേറ്റ്. അപ്പം ഏട്ടൻ പറഞ്ഞു വാ പോര് ഇവിടെ ഒന്നുമില്ല എന്ന് ഏട്ടൻ ഇങ്ങനെ പറയുകയാണ്. പക്ഷെ ഒരുപക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഏട്ടൻ വാങ്ങിച്ചു തരും കേട്ടോ. ഞാൻ വാങ്ങിച്ചു തരുന്നില്ല എന്നുള്ള പറയില്ല. എന്തിനാണ് ഇതിൻ്റെ കാശ്, എന്തിനാണ് വെറുതെ ഇത്ര വല്ല ഡ്രസ്സ് എടുത്തിട്ട് നരച്ച പോലെ ഡ്രസ്സ് എടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. ബ്രാൻഡ് സാധനമാണ്, പക്ഷേ നമുക്കതുകൊണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ കാണുക, കറങ്ങുക, ഇങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, രസമാണല്ലോ. ഇങ്ങനെ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ പോയാൽ അങ്ങനെയാണ്, എനിക്ക് പറയുന്ന രസമാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ടെഡി ബിയറിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടേക്ക് കയറാനൊന്നുമില്ല. അമ്പൂനോട് അവനങ്ങനെ വാശി പിടിക്കണമൊന്നുമില്ല. നമുക്ക് ഇവിടെ കയറുക എന്ന് പറയണുള്ളൂ. ആൾക്കിത് വേണം അത് വേണം എന്നൊന്നും പറയണില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ തിരിച്ച് ഇവിടേക്ക് ഇത് തുറക്കുന്നേ ഉള്ളൂ, പുതിയത് ഷോപ്പുകൾ ഇങ്ങനെ തുറന്ന് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അവിടുന്ന് മെല്ലെ പോന്നിട്ടോ, പോന്നിട്ട് ആൾക്ക് സ്റ്റെയർ കയറണം. അമ്പൂന് ഈ സംഭവം ഉണ്ടല്ലോ, എന്താണ് പറയുക, ഈ സാധനത്തിൽ കയറാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര അത് മതിൽ കയറുക പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ എന്തായാലും നമുക്കിനി മേലേക്ക് പോയാലാണ് ആൾക്ക് കളിക്കണതും ഫുഡിൻ്റെയും ഒക്കെ സെക്ഷൻ മേലെയാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോയി അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കാമല്ലോ. അപ്പോൾ വാ കയറുക എന്ന് പറഞ്ഞിട്ട് ഞാനണ്ട് കയറി, അമ്പൂനെ കയറ്റി. ആൾ പിന്നെ ഓക്കെ, ആൾക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിട്ട്, അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൾ നല്ലോണം കളിച്ചോളും, ആൾക്ക് അങ്ങനെ പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഭയങ്കര സന്തോഷം ഉണ്ടാവും, ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. ആൾക്ക് അങ്ങനെ കാലെടുത്തേക്കാനും പെട്ടെന്ന് ചാടാനും ഒക്കെ അറിയാം കേട്ടോ. നമ്മൾ ആദ്യം പഠിപ്പിച്ചെടുക്കും, കുഞ്ഞു പ്രായത്തിൽ നമുക്ക് ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് ഇവിടെ ഫുഡ് കഴിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന അവിടേക്ക് എത്തി. ഇവിടെ ഇപ്പോൾ ഒരു 24-ാം തീയതി കഴിഞ്ഞ് 24-ാം തീയതിക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും വരുന്ന ഫ്രീ ആയിട്ട് ചായൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് വരുന്ന എല്ലാവർക്കും ഒരു അവിൽ മിൽക്ക് ഉണ്ട്. പക്ഷെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഒരു അവിൽ മിൽക്കിന്, വേറെ പണിയില്ലല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ അമ്പൂന് കളിക്കണ ഒരു സാധനം കണ്ടിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട, പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ കയറാം. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നിട്ടൊന്നുമില്ല. ആൾ ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് കയറിയിട്ട് അത് കണ്ട് പേടിച്ചിട്ട് ആൾ ഇങ്ങോട്ട് ഇറങ്ങും. നമ്മൾ വെറുതെ ഈ ലൈറ്റും ഇതൊക്കെ വെച്ചിട്ടുള്ള ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുത്ത്, പക്ഷെ പൈസ കൊടുക്കാണ്ട് നമുക്ക് കയറുകയൊക്കെ ചെയ്യാം കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇതിലൊക്കെ കണ്ടാവും നമ്മൾ പേയ്മെൻറ്റ് അടച്ചാലാണ് ഒരു ടെഡി ബിയർ അങ്ങനെയൊക്കെ കിട്ടുകയുള്ള സംഭവങ്ങളാണെന്നൊക്കെ. ഇവിടെയുള്ള ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, വണ്ടി കാര്യങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആൾ രാവിലെ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോഴും ആൾക്ക് അങ്ങോട്ട് പോകാനാണ് താല്പര്യം. ആകുമ്പോൾ കളിക്കുന്ന അവിടെ പോയി നോക്കുക, ഇതിൽ കയറി നോക്കുക, അങ്ങനെ ചെയ്ത് നോക്കുക. ഭയങ്കര സന്തോഷം ആൾക്ക്. എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണേ. കയറിക്കോ, ഫോട്ടോ എടുത്തോക്കേട്ടാ, ഫോട്ടോ എടുത്തോക്ക്.
പോയി അങ്ങോട്ട് പോരാ, അങ്ങോട്ടൊന്നും വിടൂല. വാ ഇവിടെ 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 അച്ഛനെ നോക്കിയാ കുഞ്ഞ അച്ഛനെ. വാ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അമ്മ ഈ മാവൻ ചീത്ത അറിയതാ. അവിടെ ഒന്നുമില്ല. കുറേ കറങ്ങലും അതിലും ഇതിലൊക്കെ കയറി നമ്മൾ പിന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ മക്കളെ ആദ്യമൊക്കെ ഇതിൽ കയറ്റം ചെറുപ്പത്തിലൊക്കെ കുഞ്ഞു കുട്ടിയാകുമ്പോഴൊക്കെ ഇവന് ഭയങ്കര പേടിയാണ്. ഒന്നിലും കയറുക ഒന്നും ചെയ്യൂല. എല്ലാ മക്കളും ഇങ്ങനെ കയറുണ്ടാവും. ഇവ മാത്രം ഒന്നിലും കയറുകയാണ്. പേടി 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 പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം എൻ്റെ ഭഗവാനെ എന്തൊക്കെ ഞെക്കാണ്ട് അവിടെ അത് ഫുള്ള് ഞെക്കുക ഇതാക്കുക. പക്ഷേ ഭാഗ്യത്തിന് ഒരു പൈസ കൊടുക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോന്നും ചെയ്യൂല, ഒന്നും വരില്ല. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ആൾക്ക് പിന്നെ ഈ സാധനം ഭയങ്കര പേടിട്ടാ. ഈ സാധനം അടുത്തേക്ക് പോവണ്ട, അമ്മേൻ്റെ തലയിൽ പറ്റും അങ്ങനെ പറയുകയാണ്. അതെല്ലാം ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കറങ്ങി കളിക്കണം. അപ്പോൾ അതിങ്ങനെ അവൻ പറയുകയാണ് കേട്ടോ. അതിൽ കയറണ്ട, അതിൽ കയറണ്ട, തലയിൽ പറ്റും എന്ന് പറഞ്ഞിട്ട്. ആൾക്ക് അതാണ് ടെൻഷൻ. പിന്നെ എല്ലാ വണ്ടിയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വെക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇവിടെ അടിപൊളിയാണ്. അങ്ങനെ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല, അങ്ങനെ ബാഡായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാൽ എല്ലാം സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓവറായിട്ട് അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എന്നാലും പുതിയതല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും വൃത്തിയും പിന്നെന്താണ് പൈസ കുറവും കണ്ടിട്ട് നമ്മൾ പൈസ കൊടുക്കാനൊന്നും തോന്നിട്ടൊന്നുമില്ല. അത്രയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ട് നമുക്ക് തോന്നില്ല. എന്നാൽ അതിൽ കയറിയിട്ട് അഥവാറ്റവും കയറിയിട്ടില്ല എങ്കിൽ പേടിയാണെന്ന് പറഞ്ഞിറങ്ങിയിട്ട് നമ്മളെ പൈസ വെറുതെ പോവുകയാണല്ലോ ചെയ്യുക. അപ്പം അങ്ങനെ അതിൽ തന്നിട്ടൊന്നുമില്ല. പക്ഷെ അവന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കയറ്റും ചെയ്യും കേട്ടോ. അതുകൊണ്ടൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ആളോരോ സംഭവത്തിൽ ഇങ്ങനെ കയറി നോക്കുകയാണ്. അതിൽ കയറുക ഇതിൽ കയറുക, അങ്ങനെ കയറി നോക്കുകയാണ്. ഞാൻ വിചാരിച്ചു നമ്മളെ പ്രായത്തിൽ നമ്മളിങ്ങനെ കയറിയിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അങ്ങനെയൊന്നും കളിച്ചൊന്നും കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ അവരെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഞാൻ 10ാം ക്ലാസ്സിലെ ടൂറിനോ അങ്ങനെ എന്താണ് നമ്മൾ എറണാകുളത്തെ ലുലുമാൾ പോയത്. കൊച്ചിയിലല്ലേ ലുലുമാളുള്ളത്, അവിടെ പോയത്. അവിടെ പോയി 10th ടൂറിന്
നമ്മളവിടെ പോയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തന്നെ. കാരണം അതിന് മുന്നേ ആയിട്ട് എൻ്റെ അമ്മയും ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു ലോകമാണ്. അച്ഛൻ ഗൾഫിലാണ്. അപ്പം വേറെ എങ്ങോട്ടും പോകില്ല. നമ്മൾ വീട്ടിൽ തന്നെ അങ്ങനെ, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ നിൽക്കാൻ പോവുക അങ്ങനെയൊക്കെയല്ലേ. ഏട്ടനായാലും പണ്ട് ഇങ്ങനെയുള്ളൊരു അനുഭവം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏട്ടൻ എപ്പോഴും പറയും വണ്ടി കാര്യങ്ങളൊന്നും പണ്ട് ഏട്ടന് ഇങ്ങനെ കയ്യിൽ പോലും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളെ മക്കളിലൂടെ നമ്മൾ കാണിക്കണം എന്നുള്ളൊരു ഇതാണല്ലോ. നമുക്ക് വന്നത് നമ്മളെ മക്കൾക്ക് വരരുത് എന്നുള്ള ഒരിതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കുറേ ചെക്കന്മാർ വരുന്നുണ്ട്, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ പറയാൻ പോവാം, എന്നാലും ഇനി വേറെ ഒന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, നമുക്ക് എന്നാലും വീട്ടിൽ പോകാമെന്ന് അങ്ങനെ പറയുകയാണ്. പിന്നെ നല്ല മഴയാണ് കേട്ടോ. ഫുഡ് കഴിക്കാനോ കാര്യങ്ങളൊന്നും നമ്മൾ നിന്നില്ല. ഫുഡ് കഴിക്കാനോ കാര്യങ്ങളൊന്നും നമ്മൾ നിന്നിട്ടില്ല അവിടെ. നമ്മൾ വേഗം പോന്നു. അവിടെ ഫുഡൊക്കെ വാങ്ങിക്കാൻ നിന്നാൽ ഒരു അരമണിക്കൂറാവും. പിന്നെ ഒരു ചായക്ക് തന്നെ ഉണ്ട് 30. ഏട്ടാ ഇതൊന്ന് കാണാൻ എന്താ ഉണ്ടാവുകയെന്ന്. അങ്ങോട്ടൊന്ന് പോവത് എന്നെ പിടിച്ചുണ്ടോ? അവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒടുക്കത്തെ മഴ മക്കളെ. പിന്നെ ഒരു 5-10 മിനിറ്റ് നമ്മളിവിടെ ഇരുന്ന്. ഈ മഴ എന്ന് പറഞ്ഞാലാണ് നമ്മൾ വണ്ടിയിലുള്ള കോട്ടെടുത്ത് തലയിലിടാനെങ്കിലും പറ്റുള്ളൂ. അമ്മാതിരത്തെ മഴ ഇവിടെ. പിന്നെ അടിപൊളി എല്ലാവരും മഴയത്ത് കണ്ടോ, മഴയത്ത് ഫോട്ടോ എടുക്കണം മണ്ടന്മാർ. അപ്പോൾ ശരി, ബായ്.